കുറച്ച് ആളുകൾ ചോദിച്ച കാര്യമായിരുന്നു ആക്സറീസ് ചെയ്തതിനെ പറ്റിയുള്ള. അപ്പോൾ ഒരു ചെറിയൊരു മൊബൈൽ ഹോൾഡറാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 450 രൂപ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. പിന്നെയുള്ള വിൻഷീൽഡാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് സെറ്റ് ചെയ്തത്. 2000 രൂപയാണ് ഇതിൻ്റെ ചാർജ് വന്നത്. പിന്നെയെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി തന്നെയാണ് ചെയ്തത്. ക്രാഷ് ഗാർഡ്, അപ്പോൾ ക്രാഷ് ഗാർഡ് ഇത് അത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ടാങ്ക് അത് ടച്ച് ആവും കേട്ടോ. അതിനൊരു ബാറ് കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു ഹിമാലയന്. ഇപ്പോൾ അതുപോലത്തെ സംഭവമൊന്നുമില്ല. പിന്നെ സാഡിൽ സ്റ്റേ ഇതിന് ഏകദേശം 4500 രൂപ തന്നെയാണ് ചാർജ് വന്നത്. അതിനും ഏകദേശം ക്രാഷ് ഗാർഡിന് 4500 പിന്നെയുള്ളത് മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഒരു കവറാണ് കേട്ടോ. ഇതിന് ഏകദേശം 800 രൂപയാണ് ചാർജ് വന്നത്. അപ്പോൾ മൊത്തത്തിൽ ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12,000 രൂപയുടെ 12,500 രൂപയുടെ ആക്സറീസ് ആണ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ എത്രത്തോളം വെർത്ത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡ് ബാഗ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് വെർത്താണ് കേട്ടോ. ഈ ബാക്കിലുള്ള പിന്നെ വണ്ടിയുടെ ഒരു ലുക്ക് ടോട്ടലി മാറി വന്നിട്ടുണ്ട്. വിൻഷീൽഡ് വെച്ചതിന് ശേഷം എന്ന് വെച്ചാൽ വണ്ടീൻ്റെ ലുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടലി മാറിയിട്ടുണ്ട്. പിന്നെ വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഹൈവേയിൽ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിൻ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം കുറച്ച് വിൻ ബ്ലാസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് കയറി വരാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ.